ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു കലക്റ്റീവാണ്. കേരളത്തിൽ ഏതാണ്ട് 65ഓളം വരുന്ന ദളിത് ആദിവാസി ഓർഗനൈസേഷൻസിൻ്റെ ഒരു കലക്റ്റീവാണ്. 2024 ഓഗസ്റ്റ് 1 ഒരു സംവരണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം രൂപപ്പെട്ടൊരു കലക്റ്റീവാണ്. അതിനുശേഷം സംവരണ വിരുദ്ധമായ സുപ്രീം കോടതി വിധികൾ, ക്രീമി ലെയർ നടപ്പാക്കണമെന്ന ആവശ്യം തുടങ്ങിയ ദേശീയ പ്രശ്നങ്ങളിൽ വളരെ സജീവമായി ഈ പ്ലാറ്റ്ഫോം ഇടപെട്ട് വരുന്നുണ്ട്. കേരളത്തിൽ SC/ST ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു തിരുത്തൽ വേണമെന്നുള്ള നിലയിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കാര്യമായി ഇടപെടുകയും SC/ST ഫണ്ട് ലാപ്സാകാതിരിക്കാൻ, അത് വകമാറ്റാതിരിക്കാൻ SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്ട് പോലുള്ള ഒന്ന് വേണമെന്നുള്ള നിലയിൽ ഒരു SC/ST ഉച്ചകോടി സമ്മിറ്റ് നടത്തി ഒരു മോഡൽ ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളുടെ ഗ്രാൻഡ്, വിദ്യാഭ്യാസ ഗ്രാൻറ്റുകളും സ്കോളർഷിപ്പുകളും ഫലപ്രദമല്ലാത്താക്കി മാറ്റിയതിനെതിരെ വലിയ ക്യാമ്പയിൻ ADF നടത്തിയിട്ടുണ്ട്. ഒരു റാലി ഏതാനും മാസങ്ങൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായി നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ കഴിഞ്ഞ ഹർത്താൽ ഉൾപ്പെടെ ADF വളരെ സജീവമാണ്. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ളതൊരു സാമാന്യമായ വിലയിരുത്തലാണ്. പ്രത്യേകിച്ചും ഏറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്ന ഒരു ജനവിഭാഗം എന്നുള്ള നിലയിൽ, ഒരു സോഷ്യൽ കാറ്റഗറി എന്നുള്ള നിലയിൽ ആദിവാസികളും ദളിതരും മുമ്പില്ലാത്ത തരത്തിൽ ഈ ഇലക്ഷനിൽ ഇടപെട്ടു എന്നുള്ളത് ഏവർക്കും അറിയാം. ഒരു ഏകദേശ കണക്ക് പത്രങ്ങളും മാധ്യമങ്ങളും വേണ്ട ഒരു അനാലിസിസ് ഈ വർഷം നടത്തിയതായി കാണുന്നില്ല. എങ്കിലും പുറത്തു വന്ന ഇലക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ SC/ST വിഭാഗങ്ങളിൽ, ദളിത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉൾപ്പെടെ ആ ജനവിഭാഗത്തിലെ 55% വരുന്ന വിഭാഗവും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്ത് UDF വിരുദ്ധ നിലപാടെടുത്ത് വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഷിഫ്റ്റായി കാണിക്കുന്നുണ്ട്. കാരണം ദളിത് ആദിവാസി വിഭാഗങ്ങളിലൊരു മേജർ വിഭാഗം പലപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വോട്ട് ബാങ്കായി നിലനിൽക്കുന്നു എന്നൊരു ധാരണയുണ്ട്. അങ്ങനെ ഒരു പൊതുധാരണ ഇടതുപക്ഷത്തിനുള്ളിലും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഈ ഇലക്ഷനിൽ ഇടതുപക്ഷ വിരുദ്ധമായ നിലപാടെടുക്കുന്നതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെ പങ്കുവഹിച്ച ലീഡർഷിപ്പിൽ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് വളരെ മുന്നിലായിരുന്നു. നിരവധി പത്രസമ്മേളനങ്ങൾ, ക്യാമ്പയിൻ, വ്യക്തിപരമായി ഞാനൊക്കെ ചില സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും മാത്രവുമല്ല, ചില സ്ഥാനാർത്ഥികളെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ൻ്റെയും LDF-ൻ്റെയും എല്ലാം തന്നെ പ്രകടന പത്രിക ഉൾക്കൊള്ളാനുള്ള ഒരു അവകാശ പത്രികാ ലിസ്റ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു. അതിലേറെയും UDF അംഗീകരിച്ചിട്ടുണ്ട്. LDF-മായി ഞങ്ങൾക്ക് ഇൻട്രാക്ഷൻ സാധ്യമായിരുന്നില്ല. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഞാൻ ഈ പറഞ്ഞ SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്റ്റും വിദ്യാഭ്യാസ ഗ്രാൻറ്റുകളിൽ അട്ടിമറിക്കാതിരിക്കാനുള്ള നടപടിക്രമങ്ങളും ഭൂമിയുടെ വിഷയം, എയ്ഡഡ് മേഖല സംവരണം തുടങ്ങിയ അതെല്ലാം തന്നെ UDF അതിൻ്റെ പ്രകടന പത്രികയിൽ എയ്ഡഡ് മേഖല സംവരണം ഉൾപ്പെടെയുള്ളതിൽ ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നിതിൻ രാജിൻ്റെ മരണം പോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ രോഹിത് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വേണമെന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടു. ഞാൻ ഈ പശ്ചാത്തലം സൂചിപ്പിച്ചത് കൃത്യമായൊരു ബദൽ പരിപാടിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദളിത് ആദിവാസി പ്രസ്ഥാനങ്ങളെ ഇടപെടൽ, പ്രത്യേകിച്ചും ADF-ൻ്റെ ഇടപെടൽ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം പരാജയപ്പെട്ടതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിലയിരുത്തലുണ്ട്. വരാൻ പോകുന്ന UDF ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായുള്ള പദ്ധതികളുണ്ട്. ഒന്ന്, ഇടതുപക്ഷം പരാജയപ്പെടുന്നതിൻ്റെ മുഖ്യ കാരണം ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും, സ്കോളർഷിപ്പ്, ഗ്രാൻറ്റുകൾ, ഭൂമി, സംവരണം തുടങ്ങിയവരെല്ലാം തന്നെ EWS ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് സമ്പൂർണ്ണമായൊരു ദളിത് വിരുദ്ധ നിലപാടാണ് ഇടതുപക്ഷം എടുത്തിട്ടുള്ളത്. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏകാധിപത്യ സമീപനം ചില ഈ കാലഘട്ടം 10 വർഷ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും കേരളത്തിലെ പ്രമുഖരായ ദളിത് മൂവ്മെൻറ്റുകളുമായി ഒരു ഇൻട്രാക്ഷൻ അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ദളിത് വിരുദ്ധ നിലപാടിൻ്റെ സൂചനയായി പറയാവുന്നതാണ്. അപ്പോൾ പരാജയ കാരണങ്ങൾ അങ്ങനെ വിലയിരുത്തുമ്പോൾ തന്നെ UDF അധികാരത്തിൽ വന്നാൽ ഉടനടി ചെയ്യേണ്ട ഒരു ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ നടക്കേണ്ട ആവശ്യം വേണ്ട ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റിലും ഈ പ്രസ് നോട്ടിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് എവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൽ ഒരു SC/ST പ്രാന്ത്യമില്ലായിരുന്നു. മന്ത്രി K. രാധാകൃഷ്ണൻ ക്യാബിനറ്റിൽ നിന്ന് പോയതോടുകൂടി SC/ST വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കാൻ മന്ത്രിസഭയിൽ ആരുമില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വളരെ സീനിയറായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ
പട്ടികജാതി വിഭാഗത്തെയും പട്ടികവർഗ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന 2 മന്ത്രിമാർ ഉണ്ടാകുകയും അവർക്ക് കൃത്യമായ ക്യാബിനറ്റ് പദവി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. ഇതിനുവേണ്ടി ഞങ്ങളൊരു ലോബി വർക്കും ഒരു ക്യാമ്പയിൻ വർക്കും ആരംഭിക്കുകയാണ്. മറ്റൊന്ന്, അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ നിതിൻ രാജിൻ്റെ മരണം പോലുള്ളത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു രോഹിത് ആക്ട് ഉണ്ടാകണം എന്നുള്ളതും SC/ST ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്ട് നടപ്പാക്കുമെന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ആദ്യ ക്യാബിനറ്റിൽ തന്നെ ജനങ്ങൾക്ക് നൽകണം. അതേ സംബന്ധിച്ചുള്ള നയപ്രഖ്യാപനം മാത്രം പോരാ, ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ കാര്യങ്ങളെ സംബന്ധിച്ച് രാജ്യത്ത് ഉണ്ടായ നാനാവിധ ചട്ടങ്ങളുടെ ഭാഗമായി പലതരത്തിലുള്ള കോർപ്പറേഷനും ബോർഡുകളെല്ലാം തന്നെ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് SC/ST കമ്മീഷനായിരുന്നു. അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ് എന്ന് അവർക്കും അറിയാം. ആർട്ടിക്കിൾ 338 389 പിൻബലം അതിനകത്തുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് മുൻ UDF ഗവൺമെൻറ്, ആന്റണി ഗവൺമെൻറ് കാലഘട്ടത്തിൽ SC/ST കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത്. ആ കമ്മീഷൻ ഇന്ന് ഫലത്തിൽ ഒരു ജഡാവസ്ഥയിലാണുള്ളത്. ജഡാവസ്ഥയിലാണെന്നുള്ളത് മാത്രമല്ല, ദേശീയ തലത്തിൽ 2 കമ്മീഷനും വെവ്വേറെയാണ് എങ്കിലും ഇവിടെ SC/ST സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരമില്ലാത്ത ഒരു കമ്മീഷനായി മാത്രം നിലനിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾക്ക് വെറും റെക്കമെൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഇതുന്നത് അത് മുഴുവൻ തന്നെ ഘടനാപരമായി മാറ്റുകയും എക്സിക്യൂട്ടീവ് അധികാരമുള്ള ഒരു കമ്മീഷനായി നാഷണൽ കമ്മീഷനെ പോലൊരു കമ്മീഷൻ്റെ ഒരു പദവി അത് പുനഃസംഘടിപ്പിക്കുകയും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പ്രത്യേക കമ്മീഷനായി രൂപവൽക്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ SC/ST കോർപ്പറേഷനാണ് കേരളത്തിൽ ആദ്യമായി ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷൻ 87-ൽ. ഇന്ന് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഈ വിഭാഗങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ യാതൊരു പ്രയോജനമില്ലെന്നുള്ളത് മാത്രമല്ല, വളരെ റീസെൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന പിന്നോക്ക വികസന കോർപ്പറേഷൻ, മുന്നോക്ക വിഭാഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കോർപ്പറേഷനാണ് തന്നെ ശ്രദ്ധേയമായ സ്കീം വഴി അതാത് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇക്കാര്യം ഗവൺമെൻറ് പരിഗണിക്കുകയും ഈ കോർപ്പറേഷനും ദേശീയ കോർപ്പറേഷനുകളുടെ മാതൃക ദേശീയ പിന്നോക്ക വികസന ബാങ്കാണ് ധനസഹായം നൽകുന്നത്, അത് വെവ്വേറെ കോർപ്പറേഷനാക്കിക്കൊണ്ട് അതും പുനർഘടനയ്ക്ക് വിധേയമാക്കണം. അതിൻ്റെ ഇഫക്റ്റീവ് ഫംഗ്ഷനിങ് മാത്രമല്ല, നാനാവിധത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോൾ അതിദുർബല കമ്മ്യൂണിറ്റികളുടെയൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് വളരെ സജീവമായിട്ടുള്ളതുകൊണ്ട് അവർക്കെല്ലാം പ്രാതിനിധ്യം നൽകുന്ന തരത്തിൽ ഈ 2 കോർപ്പറേഷൻ കമ്മീഷൻ വിഭജിക്കണം. കൂടുതൽ ആളുകൾക്കുള്ള പദവി നൽകുക എന്നുള്ളത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇഫക്റ്റീവായി ഇതുകൊണ്ട് വ്യക്തമായ ഒരു ഗുണം ഈ കമ്മ്യൂണിറ്റികൾക്ക് ഉണ്ടാവണം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകളിൽ ഇന്നിപ്പോൾ ഓരോ മന്ത്രിമാരും അവരുടെ ജാതി നോക്കി അവരുടെ സ്വജനപക്ഷപാതം അനുസരിച്ചാണ് പ്രാതിനിധ്യം നൽകുന്നത്. അതുകൊണ്ട് അവരുടെ സ്റ്റാഫിൻ്റെ നിയമനത്തിൽ എല്ലാ മന്ത്രിമാരുടെയും ഓഫീസിൽ കർക്കശമായും ഈ പറയുന്ന SC/ST പ്രാതിനിധ്യം ഉണ്ടാകണം എന്നുള്ളത് ക്യാബിനറ്റിന് നിർദ്ദേശം കൊടുക്കണം. ഞങ്ങളത് സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുകയും ആ വിഷയത്തിൽ കൃത്യമായുള്ള ഒരു ഇൻ്റർവെൻഷൻ ഞങ്ങളുടെ പക്ഷത്തുണ്ടാകും. അതുപോലെ സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡുണ്ട്, അതിന് ഭരണഘടനാ പദവിയുള്ളതാണ്. അതിൽ പലപ്പോഴും രാഷ്ട്രീയമായ നിയമനമാണ് ഉപദേശ സമിതിയിൽ നടക്കുന്നത്. അതിൽ പരമാവധി കേരളത്തിൻ്റെ എല്ലാ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷനും മേഖലാ റെപ്രസെൻറ്റേഷനും പ്രത്യേകിച്ചും അതിപിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഗവൺമെൻറ് രൂപീകരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഏറ്റവും ഖേദകരമായ ഒരു കാര്യം, ഈ പറയുന്ന മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വളരെ മോശപ്പെട്ട ഒരു മത്സര്യം എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്, പ്രത്യേകിച്ചും AICC ജനറൽ സെക്രട്ടറി പോലുള്ള പദങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ശക്തമായൊരു പ്രതിപക്ഷമായി കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ശ്രദ്ധേയനായ ഒരാൾ VD സതീശനാണ്. തെരഞ്ഞെടുപ്പിനെയും അദ്ദേഹം ഫലപ്രദമായി നേരിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിജയകരമായ ഇലക്ഷൻ പ്രോസസ്സിലൂടെ കടന്ന് അതിൻ്റെ സമരാർത്ഥിയിൽ എത്തിയിരിക്കുമ്പോൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ യുക്തിസഹമായ തീരുമാനമെടുക്കാൻ കഴിയാതിരിക്കുന്നത് ഒരു നല്ല മെസ്സേജ് അല്ല സമൂഹത്തിലുള്ളത്. എത്രയും വേഗം അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒരു തീർപ്പ് കൽപ്പിക്കുകയും VD സതീശനെ പോലുള്ള ഒരാളെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പൊതുവികാരം, കേരളത്തിലെ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ വികാരം എന്നുകൂടി ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി UDF ജയിച്ചു വന്നതിൻ്റെയും 10 വർഷക്കാലത്തെ തുടർഭരണത്തിന് ശേഷം LDF വളരെ ദയനീയമായി 35 സീറ്റിലേക്ക് തലകുത്തി വീണ് പരാജയപ്പെട്ടതിൻ്റെയും വ്യക്തമായ കാരണങ്ങളിൽ ഒന്ന്, പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്ന CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും 67 മുതൽ ഉള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ LDFന് അഥവാ അന്നത്തെ പഴയ CPMന് ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് ചെയ്തു വന്ന SC/ST വിഭാഗങ്ങളും നല്ലൊരു ശതമാനം പിന്നോക്ക വിഭാഗങ്ങളും അതേപോലെ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളും സാധാരണക്കാരും വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന് എതിരായി വോട്ട് ചെയ്തു എന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പരമ്പരാഗതമായി
LDF-നോടൊപ്പം നിന്ന SC/ST വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി LDF വിരുദ്ധ നിലപാടെടുത്തു എന്നതാണ്. അതിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ 65ഓളം സംഘടനകളുടെ പൊതുവേദിയായ അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൊത്തം വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ ഈ ഇലക്ഷനിൽ 50% മുകളിൽ 55%-ഓളം SC/ST വോട്ടുകൾ ഇപ്രാവശ്യം UDF-ലേക്കാണ് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. അത് പ്രധാനമായും കഴിഞ്ഞ 10 വർഷക്കാലം LDF-ന്റെ ഭരണത്തിൽ ദലിത് ആദിവാസി വിഭാഗങ്ങളോട് പിണറായി ഗവൺമെന്റ് സർക്കാർ കാണിച്ച നിഷേധാത്മകമായ വഞ്ചനാപരമായ സമീപനങ്ങളാണ്. സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം, ഭരണഘടനാപരമായി പ്രത്യേകം ഒരു അവകാശമായി സ്ഥാപിക്കപ്പെട്ട വിദ്യാഭ്യാസ അവകാശങ്ങൾ, ഈ ഗ്രാന്റുകളും സ്കോളർഷിപ്പുകളും എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കുട്ടികളുടെ ഭാവിയെയാണ് അപകടത്തിലാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന 100 കണക്കിന് SC/ST വിദ്യാർത്ഥികൾക്ക് പഠനം നിർത്തി അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ഇന്നും കേരളത്തിലെ 50,000-ലധികം പട്ടികജാതി പട്ടികവർഗ കോളനികളിലാണ് ഈ SC/ST വിഭാഗങ്ങൾ ജീവിക്കുന്നത്. മറ്റ് സമൂഹങ്ങളെ പോലെ തുല്യതയിലേക്ക് കൊണ്ടുവരേണ്ട, വിഭവങ്ങളിൽ പങ്കാളിത്തം ലഭിക്കേണ്ട, മറ്റ് എല്ലാ നിലയ്ക്കും സ്ഥാപനവൽക്കരണത്തിൽ പ്രാതിനിധ്യം ലഭിക്കേണ്ട, അതേപോലെ അസറ്റുകൾ ലഭ്യമാക്കേണ്ട ഈ വിഭാഗത്തിന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ വികസനത്തിൽ യാതൊരുവിധമായ പ്രാതിനിധ്യവും കൊടുക്കാതെ വികസനത്തിന് പുറത്തു നിർത്തുന്ന സമീപനമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ പല പഠനങ്ങളും വെച്ച് നോക്കിയാൽ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നത് കൂടുതലും ദലിതരാണ്. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് കേരളത്തിലെ ഈ ദലിത് ആദിവാസി വിഭാഗങ്ങളാണ്. വലിയ നിലയ്ക്ക് ഇന്നും എക്സ്പ്ലോയിറ്റേഷന്, ഇപ്പോൾ കേരളത്തിലെ അട്രോസിറ്റീസിന്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം തന്നെ എത്രമാത്രം അട്രോസിറ്റീസ് ആണ് ജാതിയുടെ പേരിൽ പട്ടികജാതിപ്പെട്ട വിഭാഗത്തിന് നേരെ ഉണ്ടായത്. മട്ടപ്പാടിയിലെ മധുവിന്റെ പ്രശ്നം, കൊലപാതകം, അതേപോലെ വാളയാർ കുട്ടികളുടെ അവരുടെ മരണം, അതിനുശേഷം ഇങ്ങോട്ട് ഏറ്റവും ഒടുവിൽ നിതിൻ രാജ് വരെയുള്ള ഈ തിരുവനന്തപുരം നഗരത്തിലെ ബിന്ദുവിന് എതിരായ കള്ളക്കേസും അതിന്റെ പ്രശ്നങ്ങളും, ഇങ്ങനെയുള്ള കേരളത്തിലെ ദലിതർക്കെതിരെ നടന്നിട്ടുള്ള ഈ അട്രോസിറ്റി കേസുകളിലൊന്നും ഗവൺമെന്റ് യാതൊരുവിധമായ നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെയെല്ലാം മറുപക്ഷത്ത് പ്രതികൾക്കൊപ്പം നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നയമാണ് CPM ഗവൺമെന്റ് എടുത്തു വന്നത്. ഭൂമിയുടെ കാര്യം വളരെ വ്യക്തമാണ്. ചങ്ങറ സമരവും അരിപ്പ സമരവും ഇതേപോലെ പരിഹരിക്കപ്പെടാത്ത ദലിത് ഭൂപ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഭൂമിയുടെയൊക്കെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന CPM അധികാരത്തിൽ വന്നിട്ട് ദലിതർക്കും ആദിവാസികൾക്കും ഭൂരഹിതരായ മഹാഭൂരിപക്ഷവും അവരാണെന്നിരിക്കെ ഭൂമി കൊടുക്കുന്നതിന് പകരം ഇവിടുത്തെ വൻകിട കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ആ നിലയ്ക്കുള്ള അജണ്ടകളാണ് അവർ നടപ്പിലാക്കിയത്. ഭൂമി സ്വന്തമായി കൊടുക്കുന്നതിന് പകരം ഫ്ളാറ്റുകളിലേക്ക്, അവരെ കോൺക്രീറ്റ് കാടുകളിലേക്ക് പറിച്ചു നടന്ന നയമാണ് ഭൂമിയുടെ കാര്യത്തിൽ, അതേപോലെ വീടിന്റെ കാര്യത്തിൽ CPM ഗവൺമെന്റ് ലൈഫ് ഫ്ളാറ്റുകളിലൂടെ ചെയ്തത്. അതിൽ പോലും വലിയ അഴിമതിയാണ്. ലൈഫ് ഈ പദ്ധതിയിൽ പോലും പ്രാതിനിധ്യം ദലിത് വിഭാഗത്തിന് പ്രത്യേകമായ പരിഗണനയോ പ്രാതിനിധ്യമോ അവർ കൊടുക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം SC/ST ഡെവലപ്മെന്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണഘടനാപരമായി പട്ടികജാതിപ്പെട്ടവർക്ക് വിഭാഗത്തിന് ലഭിക്കേണ്ട ഭരണഘടനാ വിഹിതം, ബജറ്റ് വിഹിതം അത് ന്യായമായി പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുകയും ആ വിഹിതം ഫലപ്രദമായി SC/ST വിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ആവശ്യമായ നയങ്ങളും നിയമങ്ങളും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലുമുണ്ട്. അറിയാവുന്നതാണ് SC/ST ഡെവലപ്മെന്റ് ആക്ട് ഓർ SCP-TSP ആക്ട് കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, അതേപോലെ നമുക്കറിയാം തെലങ്കാനയിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ 12ഓളം സ്റ്റേറ്റുകളിൽ പട്ടികജാതിപ്പെട്ടവർക്ക് വിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു നയാ പൈസ പോലും ദുർവിനിയോഗം ചെയ്യാതിരിക്കാനും വകമാറ്റി ചെലവഴിക്കാതിരിക്കാനും ശക്തമായ നിയമമുള്ളപ്പോൾ കേരളത്തിൽ ഇന്നുവരെ അത്ര നിയമം നടപ്പിലാക്കിയിട്ടില്ല. ഫലമെന്താ? കഴിഞ്ഞ ഗവൺമെന്റ് സ്ഥാനത്ത് നമുക്കറിയാം 7411 കോടി രൂപയാണ് LDF ഗവൺമെന്റ് ഈ വിഭാഗത്തിൻ്റെതായി നഷ്ടപ്പെടുത്തിയത്. കുട്ടികളുടെ ഗ്രാന്റിനുള്ള 189 കോടി രൂപ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഗ്രാന്റുകൾ ഇതേപോലെ തൊലച്ചു കളഞ്ഞു. ഈ സമീപനമാണ്. ഇത്തരം സമീപനങ്ങളോടുള്ള കടുത്ത അസ്വസ്ഥത ഈ കേരളത്തിലെ ദലിത് ആദിവാസി വിഭാഗം കൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രമല്ല, ഈ രോഹിത് വെമുല ആക്ട് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ്, ഈ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ, UDF ഗവൺമെന്റ് വരുമ്പോൾ, UDF ഗവൺമെന്റ് അടിയന്തരമായി പരിഗണിക്കേണ്ട പ്രശ്നങ്ങളിൽ ഒന്നായി ഞങ്ങൾ വെക്കുന്നത് രോഹിത് വെമുല ആക്ട് കേരളത്തിൽ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ്. 10 വർഷം അധികാരത്തിലിരുന്നിട്ടും അത്തരമൊരു ആക്ട് കൊണ്ടുവരാൻ 2012 UGC ആക്ട് ഉണ്ട്. ക്യാമ്പസുകളിൽ നിലവിലിരിക്കുന്ന SC/ST വിദ്യാർത്ഥികൾക്കെതിരായ പലതരം വിവേചനങ്ങളുണ്ട്, അടിച്ചമർത്തലുകളുണ്ട്, അത്തരം പ്രശ്നങ്ങളുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി രോഹിത് വെമുലയുടെ ഇൻസിഡന്റിന് ശേഷം വന്ന 2012 വെമുല ആക്ട് അല്ലെങ്കിൽ UGC ആക്ട്, ആ ആക്ട് നടപ്പിലാക്കാൻ LDF ഗവൺമെന്റ് തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അത് ഏതാണ്ട് മന്ത്രിസഭ അംഗീകരിച്ച് അത് വന്നിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്രയും വേഗം വെമുല ആക്ട് കൊണ്ടുവരികയും അതിലൂടെ ഈ ക്യാമ്പസുകളിലും ക്ലാസ് റൂമുകളിലുമുള്ള ഡിസ്ക്രിമിനേഷൻ അവസാനിപ്പിച്ച് SC/ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു സംരക്ഷണം കൊടുക്കുന്ന, അതിന് വേണ്ട തരത്തിലുള്ള എംപവർമെന്റ് കൊടുക്കുന്ന നയം സ്വീകരിക്കണമെന്നാണ്. മറ്റൊന്ന് ഈ ഡെവലപ്മെന്റ് ആക്ട്. ഇത് രണ്ടും ഞങ്ങൾ UDF ഗവൺമെന്റിനോട് അല്ലെങ്കിൽ അവരുടെ UDFന്റെ പ്രകടന പത്രികയിൽ വരാൻ ഈ വിഷയം അവിടെ ഉന്നയിച്ചിരുന്നു. UDFന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ADF മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ 90% അവർ അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് UDF സർക്കാർ വന്നാൽ
ഈ SEP-TSP ആക്റ്റും അതേപോലെ UGC ആക്റ്റും എത്രയും വേഗം നടപ്പിലാക്കാൻ മുൻകൈ എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന് ഇവിടെ പറഞ്ഞ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ കേരളം നവോത്ഥാന അനന്തര കേരളമാണ്. വ്യത്യസ്തങ്ങളായ സമുദായങ്ങൾക്കകത്തും ജാതികൾക്കകത്തും ജീവിച്ച മലയാളികൾ അത്തരം ജാതി സ്വത്വങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ബഹുസ്വരവും മതേതരവുമായ പ്രത്യയശാസ്ത്ര അടിത്തറയിലുള്ള പുതിയ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം വികസിച്ചത്. അങ്ങനെയാണ് ഇവിടെ കോൺഗ്രസിന്റെയും അതേപോലെ CPM-ന്റെയും മറ്റ് ഇതര മതേതര പാർട്ടികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഗവർണൻസിലേക്ക്, അധികാരത്തിലേക്ക് വരികയും ആധുനികമായ ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസിന് കേരളം യഥാർത്ഥത്തിൽ വഴിതെളിക്കുകയും ചെയ്തത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് അത്തരത്തിൽ ആധുനികതയിലേക്ക് വികസിച്ച കേരളം, ബഹുസ്വരതയിലേക്ക് വികസിച്ച കേരളം, സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ അടിസ്ഥാന അവർണ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുകയും അവരുടെ സാമൂഹ്യ നീതി പാലിക്കുകയും ചെയ്തുകൊണ്ട് പിച്ചവെച്ച കേരളം ഇന്ന് പോകുന്നത് പഴയ ജാതി മാടമ്പിത്തത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ അധികാരം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ വരേണ്യ താല്പര്യങ്ങളെ, സംഘടിത സവർണ ജാതി സമുദായങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നത് മാത്രമായി ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അതിനുദാഹരണമാണ് EWS. കേരള ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന SC, ST, OBC, മൈനോറിറ്റി വിഭാഗങ്ങൾ ഉള്ളപ്പോൾ തന്നെ കേരളത്തിലെ LDF ഗവൺമെന്റ് ചെയ്തത് എന്താണ്? ആദ്യം അവർ ദേവസ്വം ബോർഡിൽ സംവരണം കൊണ്ടുവന്നു. ദേവസ്വം ബോർഡ് എല്ലാവരും ഹിന്ദുക്കളാണെന്ന് പറയുകയും എന്നാൽ ആ ഹിന്ദു ജനസംഖ്യയിൽ NSSന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കേവലം 10%. 10%ഉള്ള NSS നായർ, പിന്നെ വളരെ നാമമാത്രമായ മിക് % ആണ് ബ്രാഹ്മണരുള്ളത്. ഈ എല്ലാം കൂടി വന്നാലും ഒരു 15% താഴെ മാത്രം വരുന്ന ഈ ബ്രാഹ്മണ നായർ സവർണ വിഭാഗത്തിന് മാത്രമായി ദേവസ്വം ബോർഡിലെ ഉദ്യോഗങ്ങളുടെ 90% കാലാകാലങ്ങളായി റിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടെ പ്രാതിനിധ്യം കിട്ടേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിലാണ് പ്രാതിനിധ്യം കിട്ടേണ്ടിയിരുന്നത്. നേരെ മറിച്ച് LDF സർക്കാർ ചെയ്തത് 10% കൂടി സംവരണം ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് 100% ദേവസ്വം ബോർഡിലെ ഉദ്യോഗങ്ങൾ ഈ വരേണ്യ വിഭാഗം കൈത്തീരെഴുതി കൊടുത്തത് LDF സർക്കാരാണ്. തൊട്ടുപുറകെയാണ് BJP ഗവൺമെന്റ് കൊണ്ടുവന്ന EWS ഏറ്റവും തിടുക്കത്തിൽ നടപ്പിലാക്കിയത്. സംവരണത്തിന്റെ അടിസ്ഥാനം ജാതിയാണ്, സംവരണത്തിന്റെ അടിസ്ഥാനം വിവേചനങ്ങളാണ്. അങ്ങനെയാണ് ഭരണഘടന പറയുന്ന ആർട്ടിക്കിൾ 15(4)ഉം 16(4)ഉം പറയുന്നത്. അത് ലംഘിച്ച് ഭരണഘടനാ വിരുദ്ധമായി കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം തിടുക്കത്തിൽ നടപ്പിലാക്കിയ ഒരു സ്റ്റേറ്റ് കേരളമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന കാലാകാലങ്ങളായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വോട്ട് ചെയ്ത് അവരോടൊപ്പം നിൽക്കുന്ന ദലിത്, ആദിവാസി, പിന്നോക്ക വിഭാഗങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ഈ വരേണ്യ NSS താല്പര്യത്തിന് വേണ്ടി CPM EWS ഇവിടെ നടപ്പിലാക്കിയത്. മറ്റൊന്ന്, കേരളത്തിന്റെ പൊതുവെയുള്ള പൊളിറ്റിക്കൽ നമ്മുടെ രാഷ്ട്രീയമായ അന്തരീക്ഷം തന്നെ ഒരു മതേതരമായ ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യങ്കാലുടെയും വർക്കല നമുക്കറിയാം രാഘവന്റെയോ അല്ലെങ്കിൽ വക്കം മൗലവിയുടെ ഒക്കെ നവോത്ഥാന പാരമ്പര്യമാണ് കേരളം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷെ അങ്ങനെയുള്ളൊരു മതസൗഹാർദ്ദത്തിന്റെയും പാരസ്പര്യത്തിന്റെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെ കെടുത്തിയിട്ട് ശക്തമായ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാമ്പയിനുകളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി CPM-ഉം LDF-ഉം സ്വീകരിച്ചത്. ഒരുപക്ഷെ ഉത്തരേന്ത്യയിലെ പോലെയുള്ള മതം നോക്കി, വസ്ത്രം നോക്കി, ഭക്ഷണം നോക്കി ന്യൂനപക്ഷങ്ങളെ അപരവൽക്കരിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരുതരം അപരവൽക്കരണത്തിന്റെയും സാമുദായിക ധ്രുവീകരണത്തിന്റെയും രാഷ്ട്രീയ അജണ്ടകളുമായിട്ടാണ് 10 വർഷക്കാലമായി CPM അധികാരത്തിലിരുന്നുകൊണ്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് കേരളത്തിൽ പോലും ശക്തമായ ചില സാമുദായിക സ്പർദ്ധയും ഇസ്ലാമോഫോബിയ പോലുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട പാർട്ടികളാണെങ്കിലും അവരുടെ മത സാമൂഹ്യ പ്രസ്ഥാനങ്ങളെയും പൈശാചികവൽക്കരിച്ചുകൊണ്ട് ഹിന്ദു മെജോറിറ്റേറിയൻ എന്ന് പറയുന്ന ഒരു മിഥ്യ ഉണ്ട്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഫലസിയാണ്, മിഥ്യയാണ്. ആ ഒരു മിഥ്യയിലേക്ക് ഹിന്ദു കോൺസോളിഡേഷൻ, സവർണ ഹിന്ദു സംഘപരിവാർ വോട്ടുകളെ സമാഹരിക്കാൻ അവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ സംവരണ വിരുദ്ധമായ നയങ്ങൾ എടുത്താൽ, ഈ പറയുന്ന EWS മുന്നോട്ട് വെച്ചാൽ, മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചാൽ, ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ അജണ്ടകളിൽ ഇതേപോലുള്ള വലിയ നിരുത്തരവാദ സമീപനം സ്വീകരിച്ചാൽ മറുപക്ഷത്തെ സവർണ ഹിന്ദു വോട്ടുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാമെന്നൊരു നയമാണ് സ്വീകരിച്ചത്. ഇതൊക്കെ ഇന്ന് കേരളത്തിലെ ഈ ദലിത് പിന്നോക്ക വിഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പറയുന്നത് കേരളത്തിന്റെ പൊളിറ്റിക്സിൽ കുറച്ചുകൂടെ ഇൻക്ലൂസീവായ ഒരു സമീപനം നമ്മുടെ ഭരണ രംഗങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് ഒന്ന്, ഇപ്പോൾ മുഖ്യമന്ത്രി പദവി ഒരു സാങ്കേതികമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ദളിതനെ ആക്കണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രാഷ്ട്രീയമായ ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്നത്. അത് സ്വാഭാവികമായും കേരളത്തിലെ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തിന്, UDF-ന്റെ ഈ വലിയ വിജയത്തിന് ഏറ്റവും അധികം നേതൃത്വം കൊടുത്തത് VD സതീശനാണെങ്കിൽ VD സതീശനെ പോലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ സന്ദർഭത്തിൽ പരിഗണിക്കപ്പെടേണ്ടതെന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ ഈ ക്യാബിനറ്റ് പദവികളിൽ, മുഖ്യമന്ത്രി പോലുള്ള പദവികളിൽ
കാലാകാലങ്ങളായി ഏതെങ്കിലും 1, 2, 3 ജാതികളിൽപ്പെട്ടവർ തന്നെ ഇരുന്നാൽ മതിയോ എന്നൊരു ചോദ്യം ചോദിക്കാൻ നേരമായിരിക്കുന്നു. കാരണം മഹാരാഷ്ട്രയിൽ സുശീൽ കുമാർ ഷിൻഡേക്ക്, പട്ടികജാതിക്കാരൻ ഷിൻഡേക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു. അതേപോലെ നിതിൻ മാഞ്ചിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു ബീഹാറിൽ. ഷിബു സോറന് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുന്നു. മുഖ്യമന്ത്രി പദവിയിലേക്കും വിദ്യാഭ്യാസം, അതേപോലെ ആഭ്യന്തരം തുടങ്ങിയ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ SC/ST വിഭാഗങ്ങളിൽപ്പെട്ടവർ അങ്ങനെ സ്ഥാനത്ത് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് വലിയ പ്രബുദ്ധത പറയുന്ന കേരളത്തിൽ ഇതേപോലുള്ള പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവികളിലേക്ക് പട്ടികജാതിപ്പെട്ട വിഭാഗങ്ങളെ പരിഗണിക്കാൻ ഇപ്പോഴും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന് കഴിയാത്തത് അത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളം ആധുനികതയിലേക്ക് വികസിക്കുകയും കൂടുതൽ ഇൻക്ലൂസീവായ ഒരു സോഷ്യൽ റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്സ് ആണ്. ആ ഒരു പ്രാതിനിധ്യം ജനസംഖ്യാനുപാതിയെ പരിഗണിച്ചുകൊണ്ട് വേണം പോകാൻ. അത് അധികാരത്തിന്റെ എല്ലാ തലങ്ങളിലും വേണം. ഭരണനിർവഹണ തലങ്ങളിൽ പ്രാതിനിധ്യം കൊടുക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി പദവിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ അത്തരത്തിൽ ക്ലെയിമായി പറയുന്നില്ല. പല ദളിത് സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതേ പ്രസ് ക്ലബ്ബിൽ കഴിഞ്ഞ ദിവസം അങ്ങനെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഈ ഗവൺമെന്റ് വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 2 ക്യാബിനറ്റ് പദവികളെങ്കിലും ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കണം. അത് ഏറ്റവും മിനിമമാണ് 2. ആ നിലയ്ക്കുള്ളൊരു നയപരമായ മാറ്റം ഉണ്ടാകണം. കഴിഞ്ഞ LDFന്റെ കാര്യത്തിൽ നോക്കൂ, രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ രാജിവെപ്പിച്ച് പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചതിന് ശേഷം പട്ടികജാതി വിഭാഗത്തിന് മന്ത്രിയെ വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മുന്നണിയാണ് LDF. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം. 2, ഇവിടെ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായി അധികാരത്തിൽ വരുന്ന മുന്നണികൾ ഈ അധികാരവുമായി ബന്ധപ്പെട്ട ഒരുപാട് തലങ്ങളിൽ ഇപ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സെക്രട്ടറിമാർ അവിടെ PSC അല്ല നിയമിക്കുന്നത്. അതൊക്കെ പാർട്ടികൾ തീരുമാനിക്കുക. അത്തരം നിയമനങ്ങളിലൊന്നും മഷിയിട്ട് നോക്കിയാൽ പോലും ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം മണ്ഡലങ്ങളിലേക്ക് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, ഈ പറയുന്ന ഓഫീസുകൾ, ഇവിടെയെല്ലാം ഈ UDF ഗവൺമെന്റ് കുറച്ചുകൂടെ നീതിപൂർവമായ ഒരു പ്രാതിനിധ്യവും ഇൻക്ലൂസീവായ ഒരു സമീപനം സ്വീകരിക്കണമെന്നത് ഞങ്ങൾ ഗൗരവമായി ഉന്നയിക്കുകയാണ്. മാത്രമല്ല ഇനി മുന്നോട്ടുള്ളത് കുറച്ചുകൂടെ ദളിത് വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണം തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നയപരമായ കാര്യങ്ങളിലും കൂടുതൽ പാർട്ടി ലീഡർഷിപ്പിലടക്കം ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഇപ്പോൾ KPCCന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുന്നു. സ്വാഭാവികമായും ഒരു മാറ്റം ആവശ്യമാണ്. കുടിക്കും സുരേഷിനെ പോലെയുള്ള അല്ലെങ്കിൽ അനിലിനെ പോലെയുള്ള വളരെ ഉന്നതരായ സമർത്ഥരായ പാർട്ടി നേതൃത്വങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അവരെ പരിഗണിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു മാറ്റം രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർഷിപ്പിലടക്കം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തീർച്ചയായും അവസാനമായി നിതിൻ രാജിന്റെ വിഷയത്തിലും ഏറ്റവും അടിയന്തിരമായി കേരള സർക്കാർ, പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം നിതിൻ രാജിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുകയും അവരെ നിയമത്തിന്റെ മുമ്പിൽ അവർക്ക് ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള കർശനമായ നടപടി കൈക്കൊള്ളണം. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 28-ാം തീയതി ഞങ്ങൾ ഒരു ഹർത്താൽ സംഘടിപ്പിച്ചു. SC/ST സംഘടന, LDF അടക്കമുള്ള സംഘടനകളുടെ ലീഡർഷിപ്പിലാണ് ഒരു കേരള ഹർത്താൽ പ്രഖ്യാപിച്ചത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹർത്താലായിരുന്നു അത്. 100% ആ ഹർത്താൽ വിജയിച്ചു. ആ ഹർത്താലിന്റെ പേരിൽ പക്ഷേ കേരളത്തിലെ പോലീസ് കേരളത്തിലുടനീളം ആയിരക്കണക്കിന് ദളിത് പ്രവർത്തകർക്കെതിരെ അനാവശ്യമായ കേസുകൾ എടുക്കുകയും അത് ശല്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുതിയ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ ഹർത്താലിന്റെ പേരിൽ വ്യാജമായി ദളിത് പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന എല്ലാ കേസുകളും പിൻവലിക്കാനടക്കം ഗവൺമെന്റ് മുൻകൈ എടുക്കണം എന്നുകൂടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനറൽ കൺവീനർ M. ഗീതാനന്ദൻ, വർക്കിംഗ് ചെയർമാൻ K. അംബുജാക്ഷൻ, പുഷ്പരാജൻ CN, പ്രസന്നകുമാർ, ശ്രീജിത്ത് P. ശശി തുടങ്ങിയവരാണ്.